ഹലോ, നയന ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിവിടെ പഴയ കുർത്തിയുടെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ നീളം 19 ഇഞ്ചാണ്. വീതി ഞാൻ എടുത്തിട്ടുള്ളത് 12 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ 2 പീസ് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ 3 അരികു വശങ്ങളും തയ്ച്ചു കൊടുക്കണം. ഇതാ നല്ല വശം തിരിച്ചിട്ടിട്ട്, ഇതിപ്പോൾ നല്ല വശമാണ്, മറ്റേ പീസിൻ്റെയും നല്ല വശം ഇതേപോലെ വെച്ച് കൊടുക്കാം. അതിന് ശേഷം 3 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഒരു ഭാഗം തുറന്ന് വരണം. ഇതാ 3 ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ടെടുക്കാം. ഇനി ഇതിൽ ഞാൻ നിറച്ച് കൊടുക്കാൻ പോണത്, പഞ്ഞി വേണമെങ്കിൽ പഞ്ഞി നിറച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ തയ്ച്ചിട്ട് ബാക്കി വന്നിട്ടുള്ള ചെറിയ ചെറിയ പീസുകളുണ്ട്, അതാണ് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോണത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വലിയ ചിലവൊന്നുമില്ല. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ പഞ്ഞി നിറയ്ക്കാം. ഇതിപ്പോൾ നമ്മളൊരു 30x40 വലിപ്പത്തിൽ തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികൾക്കൊക്കെ കിടക്ക രൂപത്തിൽ കിടക്കയായിട്ട് ഉപയോഗിക്കാം. അല്ല, ഇനിയിപ്പോൾ ഒരു 60 ഇഞ്ചും 80 ഇഞ്ച് 60x80 ഇഞ്ചിൽ വലുതായിട്ട് തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ആൾക്കാർക്ക് കോസറി പോലെ ഉപയോഗിക്കാം, ചെറിയ ബെഡ് പോലെ ഉപയോഗിക്കാം. അപ്പോൾ ഇത്തിരി കൂടുതൽ തിക്കിന് നിറച്ച് കൊടുക്കണമെന്നേ ഉള്ളൂ, തിക്കായിട്ട് നിറച്ച് കൊടുക്കണം. അപ്പോൾ ഇതിൽ പഞ്ഞി നിറയ്ക്കുകയാണെന്നുണ്ടെങ്കിലും നല്ലതാണ്. പഞ്ഞി ആവുമ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടി സോഫ്റ്റായിട്ടിരിക്കും. ഇതിപ്പോൾ ഈ കട്ട് പീസുകൾ തീരെ ചെറുതായിട്ട് വല്ല സിൽക്ക് ടൈപ്പ്, പോളിസ്റ്റർ ടൈപ്പ്, വെൽവെറ്റ് അങ്ങനെയുള്ള തുണികളുടെയൊക്കെ പീസുകളാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റായിട്ടിരിക്കും. കോട്ടൺ പീസാണെന്നുണ്ടെങ്കിൽ അത്ര സോഫ്റ്റ്നെസ് കിട്ടില്ല കേട്ടോ. ഇനി ഈ അറ്റം ഇതേപോലെ മടക്കി സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അധികമൊന്നും നിറച്ച് കൊടുക്കണില്ല. ഞാനിപ്പോൾ ഇതിവിടെ ഡോർമാറ്റ് ആയിട്ടാണ് ഉപയോഗിക്കാൻ എന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കണത്. അതുകൊണ്ട് തന്നെ അധികം തിക്നെസ് കൊടുക്കണില്ല. ഇതേപോലെ 2 അറ്റവും ഉള്ളിലേക്ക് മടക്കി വെച്ചതിന് ശേഷം ആദ്യം തന്നെ ഇത് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതാ കണ്ടോ, നിറച്ചിട്ടുണ്ട്. അധികമൊന്നും നിറച്ചിട്ടില്ല, കുറച്ചേ നിറച്ചിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ അറ്റം 2 അറ്റം ഉള്ളിലേക്ക് മടക്കുക. ഇതേപോലെ ആദ്യം ഒന്ന് മടക്കിയതിന് ശേഷം ഇതേപോലെ പിൻ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 2 ഭാഗത്തുനിന്നും 1/2 ഇഞ്ചോളം ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അതിന് ശേഷം പിൻ ചെയ്ത് കൊടുക്കുക. ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ മെഷീനിൽ തയ്ക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സൂചി നൂലും വെച്ചിട്ട് തയ്ച്ചെടുത്താലും മതിയാവും. ഞാനിപ്പോൾ ഇവിടെ സാധാരണ നമ്മൾ തയ്ക്കുന്ന സൂചിയിൽ നൂല് 2 മടക്കിയിട്ടാണ് കോർത്തിട്ടുള്ളത്. അതിനെ ഒന്നും കൂടി തുമ്പ് 2 കൂടി കെട്ടിയപ്പോൾ 4 ലെയറായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നല്ല കട്ടിയുള്ള നൂലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ലെയറിൽ കോർത്താലും മതിയാവും. പിന്നെ ഇത്തിരി വലിയ സൂചിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. ഇതിപ്പോൾ ഞാൻ ഈ ഭാഗം തയ്ക്കാൻ സാധാ സൂചി മതി. ഇത് മുഴുവനായിട്ടും തയ്ച്ചെടുക്കാം. അപ്പോൾ മുഴുവൻ തയ്ച്ചെടുത്തതിന് ശേഷം കാണിക്കാം. ഇതാ മുഴുവനും തയ്ച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഈ വലിപ്പം കണ്ടു, ഇതിൽ ഇതേപോലെ 2 സ്ഥലത്ത് ഇതേപോലെ കെട്ടിക്കൊടുക്കണം. നൂലും സൂചിയും വെച്ചിട്ട് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് മാർക്ക് ചെയ്യാണ്. ഈക്വൽ ഡിസ്റ്റൻസ് വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യുകയാണ് ചെയ്യണത്. സൈഡിൽ നിന്ന് 3.25 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. മോൾ ഭാഗത്തു നിന്ന് 4.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ പോയിൻറ്റുകൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. മൂന്നായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ ഇതേപോലെ തന്നെ ആദ്യം ചെയ്ത പോലെ തന്നെ സൂചിയിൽ 4 ലെയറായിട്ട് നൂല് കോർത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ താഴേക്ക് ഒന്ന് മാർക്ക് ചെയ്ത ഭാഗത്തുനിന്ന് ഇതേപോലെ കുത്തി താഴേക്ക് എടുക്കുക.
അതിന് ശേഷം ഒരു 1/2 ഇഞ്ച് നീക്കിയിട്ട് അത് കുത്തിയിട്ട് പുറത്തേക്ക് എടുക്കുക. മുൻഭാഗത്തേക്ക് ഇതേപോലെ 1/2 ഇഞ്ച് നീക്കി മുകളിലേക്ക് വീണ്ടും ഒന്ന് കൊണ്ടുവരിക. അതിന് ശേഷം കെട്ടി ഉറപ്പിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കാം. ഇത് നന്നായിട്ട് ടൈറ്റായി കെട്ടിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൂടിയും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 പ്രാവശ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ആ കെട്ട് വിട്ടു പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തിനാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ നിറച്ചിട്ടുള്ള തുണിയായാലും കോട്ടൺ ആയാലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഇടയിലിടയിൽ നമ്മൾ കെട്ടിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ കെട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ തുണിയായാലും പഞ്ഞിയായാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവില്ല, അതേപോലെ തന്നെ ഇരുന്നോളും. അപ്പോൾ ഇവിടെയും അതേപോലെ തന്നെ 2 പ്രാവശ്യം നമ്മൾ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ഒന്ന് മുകളിൽ നിന്നും താഴെ നിന്നും ഇട്ടതിന് ശേഷം കെട്ടിട്ടിട്ട് അതിന് ശേഷം നന്നായിട്ട് 2 പ്രാവശ്യം കെട്ടി ടൈറ്റാക്കി കെട്ടിയതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ടൈറ്റായിട്ട് കെട്ടി കൊടുക്കാം. ഇതേപോലെ മുഴുവനും കെട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. വേണ്ടോ ഇതേപോലെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ സൈഡിലും ഒന്നിങ്ങനെ ഇതായിട്ട് കെട്ടിക്കൊടുക്കാം. ഞാനിപ്പോൾ അത് ചെയ്യണില്ല. നമ്മൾ കിടക്കയായിട്ടൊക്കെ ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ സൈഡ് 4 ഭാഗത്തും ഇതേപോലെ ഒന്ന് തയ്ച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ടിരിക്കും. ഇതിപ്പോൾ ഞാൻ ഡോർമാറ്റായിട്ട് ഉപയോഗിക്കണ കാരണം കൊണ്ട് ഇങ്ങനെ വെക്കുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ വീതി നീളം കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കിടക്കയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.